എല്ലാവർക്കും നമസ്കാരം. നല്ല നാടൻ രുചിയുള്ള കപ്പ ഉടച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഒരു ചെറിയ പീസ് കപ്പ അല്ലെങ്കിൽ മരച്ചീനിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 250 ഗ്രാം മാത്രമേ ഉള്ളൂ. തൊലി കളഞ്ഞതിന് ശേഷം കപ്പ ആദ്യം നല്ലപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഒരു 3 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ കണക്കിനാണ് ഉള്ളത്. കപ്പ ഉടച്ചത് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ്. ഒരു 4-5 ചെറിയുള്ളി ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങാരപ്പ് തയ്യാറാക്കാൻ വേണ്ടി 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 ചെറിയുള്ളി ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ജീരകമായിട്ടോ ചേർക്കാം. നല്ല ജീരകം. എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 1 ചേർത്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒട്ടും വെള്ളമില്ലാതെ ഇത് ഒതുക്കിയെടുക്കാം. കപ്പ കുക്കറിലോ അല്ലാതെയോ വേവിച്ചെടുക്കാം. കപ്പ ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. മരച്ചീനിയുടെ മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് അങ്ങ് കൂടണ്ട, കറക്റ്റ് ആ ഒരു ലെവലിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലൊക്കെ കപ്പ നല്ലപോലെ വെന്ത് കിട്ടും. കപ്പ ഉടച്ചത് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് വീതിയുള്ള ഒരു പാനോ ചീനച്ചട്ടിയോ എടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി, 2-3 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് ചൂടായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. തേങ്ങാരപ്പ് ചേർത്തിട്ട് കപ്പയും തേങ്ങാരപ്പും നന്നായി ചൂടാവണം. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ചെറിയ തീയിലങ്ങ് കീപ്പ് ചെയ്താൽ മതി. ഒന്ന് അടച്ച് വെച്ചാലും നല്ലപോലെ അതിലേക്ക് ചൂട് കയറിക്കോളും. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഉടച്ചതാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല നാടൻ വിഭവമാണ്. അപ്പോൾ ഒരു മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും. ചോറിന് കൂടെയും സൈഡായിട്ട് ഇത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.